Happy birthday to you. Happy birthday, dear Allu Chatan. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you. Happy birthday to you. ഹലോ, എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണ് കേട്ടോ അല്ലുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇത് രാവിലെ എല്ലാവരും എണീറ്റ് വന്ന് അല്ലുവിനെ ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ടൊക്കെ പാടിയിട്ട് നമ്മൾ അവന് ബർത്ത്ഡേ കാർഡ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസമാണ്, അത് കാരണം കൊണ്ട് നമുക്ക് വേറെ സെലിബ്രേഷനൊന്നും രാവിലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അല്ലു എണീറ്റു, ആദ്യമോളും ലല്ലു ബേബിയും കൂടിയിട്ട് അവനെ ബർത്ത്ഡേ കാർഡ് കൊടുത്തു. അതിനകത്ത് ഞാനും ആൻറ്റോനും ആദ്യമോളും ബർത്ത്ഡേ വിഷസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനതൊക്കെ നോക്കുകയാണ്. ലല്ലു ബേബി എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവനിത് കണ്ടിട്ടുമില്ല കാർഡ്. അപ്പോൾ അവൻ ആകെ ലല്ലുവിനും ആകെ സർപ്രൈസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ അതൊക്കെ നോക്കിയിട്ട് വായിക്കുകയായിരുന്നു. ഇന്ന് ബർത്ത്ഡേ ആയ കാരണം കൊണ്ട് സ്കൂളിലേക്ക് കളർ ഡ്രസ്സ് ഇട്ട് പോവാട്ടോ. അങ്ങനെ രാവിലെ സ്കൂളിലേക്ക് റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ പിള്ളേർ സ്കൂളിൽ പോയി. ഞാനിനി ജോലിക്ക് പോകാൻ കേട്ടോ. എനിക്കിന്ന് ജോലിയുണ്ട്. ഞാൻ കുറേ ദിവസം ലീവ് കഴിഞ്ഞിട്ട് ഇന്നാണ് കേട്ടോ ജോലിക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മടിയൊക്കെ ഉണ്ട്. നല്ല മഴയായിരുന്നു രാവിലെ. അപ്പോൾ റെയിൻ കോട്ടൊക്കെ ഇട്ടാണ് പോകുന്നത് കേട്ടോ. ഇന്നാണെങ്കിൽ മറ്റേ മെട്രോപൊളിറ്റൻ റെയിലിനകത്ത് ഭയങ്കര ഡിലേ ആയിരുന്നു. അങ്ങനെ ട്രെയിനുകളൊക്കെ കുറേ കഴിഞ്ഞിട്ടാട്ടോ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രെയിൻ വന്നു. ഈ ട്രെയിൻ വന്നപ്പോഴാണെങ്കിലും അതിനകത്ത് എഴുതി വെച്ചിട്ടില്ലേ എങ്ങോട്ടാണ് അത് പോകുന്നതെന്നോ, അത് സെമി ഫാസ്റ്റ് ആണോ ഫാസ്റ്റ് ട്രെയിൻ ആണോ അതോ ഓൾ സ്റ്റേഷനാണോ എന്നൊന്നും എഴുതിയിട്ടുമില്ല. കുറേ പേര് അതിനകത്ത് കയറുന്നുണ്ട്, കുറേ പേര് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഞാനതിൽ കയറിയില്ല. എനിക്ക് തോന്നി അത് എന്തായാലും സെമി ഫാസ്റ്റോ ഫാസ്റ്റോ ആയിരിക്കില്ല എന്ന്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ ഞങ്ങളുടെ ട്രെയിൻ വന്നത്. അങ്ങനെ ആ ട്രെയിൻ അവിടെ നിന്ന് പോയി. അത് പോയ വശം തന്നെ ഞങ്ങളുടെ ട്രെയിൻ വന്നു കേട്ടോ. ആ ട്രെയിൻ വന്നപ്പോൾ നല്ല മഴയുണ്ട്. ഞാൻ ആ ട്രെയിനകത്ത് കയറി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആ ട്രെയിനിൽ. ഒന്നാമത് ഡിലേ ആവുകയും ചെയ്തുല്ലോ. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര തിരക്കായിട്ട് ട്രെയിനിൽ കയറിയത്. അവിടുന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ അണ്ടർഗ്രൗണ്ട് ട്രെയിനിൽ കയറണമായിരുന്നു. അങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ ട്രെയിനിൽ കയറി. ആ ട്രെയിനിൽ കയറിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ഒരു വിധത്തിൽ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ലിഫ്റ്റിൽ കയറിയിട്ട് ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇത് ഈവനിങ് ആണ് കേട്ടോ. ഞാൻ ഈവനിങ്ങിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കേക്ക് വാങ്ങിക്കണമെന്ന് ഓർത്തത്. അപ്പോൾ ഒന്നുകിൽ ആൻഡോ കേക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഓൺലൈൻ ഓർഡർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഗോൾഡേഴ്സ് ഗ്രീനിൽ നമുക്ക് കേക്ക് ബോക്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വെച്ചാൽ ബസ്സിൽ പോവുകയാണെങ്കിൽ എനിക്ക് ഗോൾഡേഴ്സ് ഗ്രീനിൽ ഇറങ്ങിയിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് നേരെ അടുത്ത ബസ് കയറുകയാണെങ്കിൽ നേരെ വീടിൻ്റെ മുൻപിൽ തന്നെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ പിന്നീട് ഈവനിങ്ങിൽ ഞാൻ എത്തിയതിന് ശേഷം എൻ്റെ പോയിട്ട് കേക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ ടൈം സേവ് ചെയ്യാം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാനിവിടുന്ന് ബസ് വെയിറ്റ് ചെയ്യാറുണ്ട്. കുറേ നേരം ബസ് വെയിറ്റ് ചെയ്തിട്ട് ബസ് വന്നത്. അത് കഴിഞ്ഞ് ബസ് വന്ന് ഗോൾഡേഴ്സ് ഗ്രീനിലേക്ക് പോവാണ് കേട്ടോ. അവിടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. എനിക്ക് ആ വഴികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം പോഷായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് ലണ്ടൻ്റെ. അതായത് സെൻട്രൽ ലണ്ടനാണ് ഇത് ശരിക്കും. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഗോൾഡേഴ്സ് ഗ്രീനിലേക്ക് പോകുന്ന വഴി പറയുന്നത് എന്താ പറയുക, ലണ്ടൻ്റെ ഒരു ഹാർട്ടൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ വിക്ടോറിയൻ മാതൃകയിലുള്ള വീടുകളാണ്. ഭയങ്കര ഹൈറ്റ് ആയിരിക്കും അങ്ങനത്തെ വീടുകൾക്കൊക്കെയും. മാത്രമല്ല ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ ഇവിടെയൊക്കെ താമസിക്കാനായിട്ട്. ഒരു അത്യാവശ്യം പോഷായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതൊക്കെ. അങ്ങനത്തെ ഞാൻ ഗോൾഡേഴ്സ് ഗ്രീനിൻ്റെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് വേണം കേക്ക് ഷോപ്പിൽ പോയിട്ട് കേക്ക് വാങ്ങിക്കാനായിട്ട്.
അങ്ങനെ കേക്ക് വാങ്ങിക്കാനായിട്ട് ഞാനിവിടെ ഇറങ്ങിയിട്ട് ബസ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. ആ നടന്നു പോകുന്ന വഴിയിലുണ്ടല്ലോ ഇവിടെ ഒരു ഷോപ്പിൽ ഒരു ലേഡി നിന്നിട്ട് ഭയങ്കര കാര്യമായിട്ട് ഫോണിൽ ആരോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഗോൾഡിൻ്റെ ഐറ്റംസ് ആണ്. പക്ഷേ ഇവിടെ 9 കാരറ്റ് ആണ് ഇത്ര ഗോൾഡ്. പക്ഷേ റേറ്റ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു വിൻഡോയിൽ കൂടെ നോക്കിയപ്പോൾ കണ്ട ഐറ്റംസ് ആണ് കേട്ടോ ഇത്. അങ്ങനെ ഇതൊക്കെ കേക്ക് ബോക്സ് എത്തി. ആ സെയിം സ്ട്രീറ്റിൽ തന്നെയാണ് കേട്ടോ കേക്ക് ബോക്സ് ഉള്ളത്. ഞങ്ങൾ കേക്ക് ബോക്സിൻ്റെ ആരാധകരായി മാറിയത് കഴിഞ്ഞ ബർത്ത്ഡേക്ക്, എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ബോക്സ് എന്നാണ് കേട്ടോ കേക്ക് വാങ്ങിച്ചത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളതിന് മുൻപ് വരെയും നമ്മളിവിടെ UK വന്നിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു, 3.5 വർഷമാണ്. ഇതിന് മുൻപ് ഉണ്ടായിരുന്ന എല്ലാ ബർത്ത്ഡേക്കും, ഞങ്ങളുടെ വീട്ടിലത്തെ എല്ലാവരുടെ ബർത്ത്ഡേക്കും ഞങ്ങൾ കേക്ക് വാങ്ങിക്കുക ഏതെങ്കിലും ഇതിൽ നിന്നായിരിക്കും, സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരിക്കും. അതായത് അസ്ദയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ മോറിസൺ, ടെസ്കോ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ബേക്കറിയിൽ നിന്ന് കേക്ക് വാങ്ങിച്ചാൽ ഒരിക്കൽ ഞങ്ങൾ വേറൊരു ഏഞ്ചൽ കേക്ക് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ വർഷം ആൻറ്റോൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിരുന്നു. പക്ഷെ അതല്ലാതെ നമ്മൾ വേറെ എവിടെ നിന്നും ഇങ്ങനെ കേക്ക് വാങ്ങിച്ചിട്ടില്ല. ന്യൂകാസിലായിരുന്നപ്പോൾ നമ്മളിങ്ങനെ അത്രയും കേക്ക്സ് കണ്ടിട്ടുമില്ല. പക്ഷെ ഇവിടെ ലണ്ടനിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാറുണ്ട്. അങ്ങനെയാണ് കേക്ക് ബോക്സ് കണ്ടത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ബോക്സ് ഓർഡർ ചെയ്തിട്ട്, അത് സർപ്രൈസായിട്ട് ഓർഡർ ചെയ്ത് എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കേക്ക് വന്ന് ഞങ്ങൾ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന കേക്ക് പോലെയുണ്ട്. പിന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ബർത്ത്ഡേക്ക് ഇവിടെ നിന്ന് കേക്ക് ബോക്സ് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ആൻറ്റോനെ കേക്ക് ബോക്സിൽ ഓർഡർ ചെയ്യാൻ പറ്റിയില്ല ഓൺലൈനായിട്ട്. അപ്പോൾ ഞാൻ നേരിട്ട് പോയിട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ അവിടെ പല വെറൈറ്റികളുണ്ട് കേട്ടോ. പുഡിങ്ങുകളുണ്ട്, അതുപോലെ കേക്കിൻ്റെ തന്നെ സ്ലൈസുകളും ഉണ്ട്. റേറ്റും അഫോർഡബിൾ ആണ്. നമുക്ക് നല്ല ഭംഗിയുള്ള കേക്ക്സ് മറ്റേ എന്താ പറയുക അത്ര വലിയ വിലയില്ലാതെ നമുക്ക് കിട്ടും. അങ്ങനെ കേക്കിൽ പേരൊക്കെ എഴുതിയിട്ട് നമുക്ക് കേക്ക് അവർ പാക്ക് ചെയ്ത് തന്നു കേട്ടോ. പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേക്ക് കൊണ്ടുപോകാനായിട്ട് കവർ അവർ തരില്ലയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ കവറും ഇല്ല. മിക്ക ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ബാഗിൽ 1-2 കവറൊക്കെ വെക്കാറുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിൽ അതിലിട്ടിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അന്നാണെങ്കിൽ ഞാൻ എൻ്റെ ബാഗിൽ ഒറ്റ കവറും ഇല്ല. എന്നിട്ട് ഞാൻ അവരുടെയും തൽക്കാലം ഒരു കുഞ്ഞി കവർ വാങ്ങിച്ചു. ആ കവർ പക്ഷേ ആ കവറുകളൊക്കെ തൂക്കി പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കേക്കും കയ്യിൽ പിടിച്ച് താങ്ങി പിടിച്ച് താലം കൊണ്ടുവരുന്ന പോലെ വന്ന് ബസ്സിൽ കയറിയിട്ട് ബസ്സിൻ്റെ ഏറ്റവും മുകളിൽ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നു കേട്ടോ. എന്നിട്ട് ഈ കേക്ക് അവിടുത്തെ ആ ഫ്രണ്ടിൽ വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് പോകുന്ന യാത്രയാണ് കേട്ടോ ഇത്. ഇപ്പോൾ മഴയില്ല, പക്ഷെ നല്ല കാർമേഘം ഉണ്ട് കേട്ടോ ആകാശത്ത്. അങ്ങനെ ബസ്സിൽ വരികയാണ് കേട്ടോ വീട്ടിലേക്ക്. ഇതൊരു സബ്വേ ആണ്. നാഷണൽ റോഡിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത്. ഈ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഫുൾ ഫ്ലാറ്റുകളാണ്. ഇത് ഈ നമ്മുടെ ശോഭ സിറ്റി ഇല്ലേ നാട്ടിലത്തെ, അതുപോലെയൊക്കെ തോന്നും. അതായത് കുറേ ഇങ്ങനെ റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ, അതിൻ്റെ നടുക്കിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ ബസ് പോകുന്നത്. മിക്ക ഫ്ലാറ്റുകൾക്കും ബാൽക്കണി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കേക്കും കൊണ്ട് വീട്ടിലെത്തിയിട്ട് ഇവിടെ ഡെക്കറേഷൻസ് ചെയ്യായിരുന്നു. അപ്പോൾ ആൻറ്റോ പിള്ളേരെയും കൊണ്ട് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻസ് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ചെറുതായിട്ട് ഒരു ബാനർ പോലെ സെറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ടേബിൾ സെറ്റ് ചെയ്യുക, കേക്ക് കട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അത്രയും നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. വേറെ ഫുഡും കാര്യങ്ങളൊന്നും ഞാനിന്ന് ഉണ്ടാക്കുന്നൊന്നുമില്ല. നോർമലായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് വീക്കെൻഡിലെങ്ങാനും പുറത്തുനിന്ന് പോയിട്ട് ഫുഡ് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കണം കേട്ടോ. ലല്ലു ബേബി ആദ്യമോളും കൂടിയിട്ടാണ് കേട്ടോ കുറേ ബലൂണൊക്കെ വീർപ്പിച്ചത്. അപ്പോൾ 10 എഴുതിയിട്ടുള്ള ബലൂൺസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ വീർപ്പിച്ച് ലല്ലു ബേബി ബലൂണും പിടിച്ച് ഡ്രസ്സൊന്നും ഇല്ലാണ്ട് നടക്കുമായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ ഡെക്കറേഷൻസൊക്കെ സെറ്റ് ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ആൻഡോ ഒരു ഇങ്ങനെ എന്താ പറയുക സ്റ്റിക്ക് പോലത്തെ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് എല്ലാവർക്കും വേണം. ക്യാൻഡി സ്റ്റിക്കായിരുന്നു അത്. എന്നിട്ട് ഇപ്പോൾ അത് കേക്ക് മുറിക്കണേക്കളുമ്പോൾ അവർക്ക് എല്ലാവർക്കും അത് തിന്നണം. അങ്ങനെ അതൊക്കെ തിന്നു വന്നപ്പോൾ കേക്ക് ഇതേ ബോക്സിൽ നിന്ന് എടുത്ത് തുറന്നു. ഞാൻ ഏകദേശം 1 hour എനിക്ക് ട്രാവലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ബസ്സിലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കേക്കൊക്കെ അലിഞ്ഞു പോയോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ അലിഞ്ഞ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചോക്ലേറ്റ് ആയിരുന്നു മുകളിൽ, പിന്നെ ഫെററോ റോഷർ പകുതി മുറിച്ച് വെച്ചിരിക്കുന്ന പോലത്തെയും അങ്ങനത്തെ ഒരു കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ കാൻഡിൽസ് ഇപ്പോൾ 10ാമത്തെ ബർത്ത്ഡേ ആണ് അല്ലുവിൻ്റെ. അപ്പോൾ 10 കാൻഡിൽസാണ് കേട്ടോ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചത്. അങ്ങനെ ആദ്യമോളും ആൻറ്റോനും കൂടിയിട്ട് അത് സെറ്റ് ചെയ്തു. കേക്ക് കട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പ്രാർത്ഥിച്ചു. അല്ലുവിൻ്റെ ബർത്ത്ഡേ പ്രയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഹാപ്പി ബർത്ത്ഡേ ടു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരും വിഷ് ചെയ്തു. അങ്ങനെ ഹാപ്പി ആയിട്ട് അല്ലു കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുത്തു. അല്ലുവിന് കേക്ക് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതായത് അവന് അവൻ്റേതായ ഒരു പ്രൈവറ്റ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവന് ഇഷ്ടം. നമ്മൾ വായിൽ വെച്ച് കൊടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വായിൽ വെച്ച് കൊടുക്കുന്നതോ ഒന്നും അത്ര ഇഷ്ടമുള്ള ആളല്ല. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കണ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിലൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ കേക്കിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു. അതെല്ലാവരും കൂടിയിട്ട് അല്ലുവും ആദ്യം ലല്ലു ബേബിയും കൂടിയിട്ട് അവന് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ അല്ലു ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്തു, ഹാപ്പിയായി. അവന് ഇഷ്ടപ്പെട്ട റാസ്ബെറി പൈ ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അവൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചു. പിന്നെ വേറെ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.